മലയാളം മീഡിയത്തിൽ പഠിച്ച ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള് ഇത്രയും ആൾക്കാരിലേക്ക് ഒരു ഇൻസ്പയർ ചെയ്യുന്ന അല്ലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാർ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ സ്വയം ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ സ്വയം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അതായത് എനിക്ക് ആവശ്യത്തിനുള്ള സ്കില്ലുകൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് മനസ്സിലായി. ഇംഗ്ലീഷൊന്നും എനിക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നോട് ചോദിച്ചത്, ആക്ച്വലി നിനക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തൂടെ? അപ്പോൾ എനിക്കിപ്പോൾ 16-17 വയസ്സായി. ഞാൻ പോയി ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കാൻ പറ്റില്ല. അത് വേണ്ട, നീ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിട്ട് റെഗുലറായിട്ട് ഉച്ചത്തിൽ വായിച്ചു തുടങ്ങും എന്ന് പറഞ്ഞു. ഒരു അരോചകമാണ്. 17 വയസ്സ് ഒരു കുമാരദിശയിലൊക്കെ ഉള്ള ഒരാൾ ഇരുന്ന് ഉച്ചത്തിൽ പത്രം വായിക്കുക എന്ന് പറയുന്ന അത്ര അരോചകമാണെങ്കിലും ഞാനൊരു അനുസരണ അച്ഛനെ പറയുന്ന കേൾക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ പത്രം എടുത്ത് വെച്ചിട്ട് വായന തുടങ്ങി. അപ്പോൾ ഓരോ സെൻറ്റൻസിലും എനിക്ക് അറിയാൻ വയ്യാത്ത വാക്കുകൾ വന്നു. ഞാൻ ആ വാക്കുകൾ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മീനിങ് നോക്കി ഡിക്ഷണറിയിൽ. പലരും കളിയാക്കി തന്നെ ആ സമയത്തൊക്കെ. കാരണം അതിനിടയ്ക്ക് ഞാൻ ഹോസ്റ്റലിൽ ജീവിക്കേണ്ട കുറച്ച് സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ പരിപാടി കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഞാൻ 2 വർഷം MSc പഠിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് എനിക്കൊരു സിനോണിംസ് ആൻറ്റോണിംസിൻ്റെ ഒരു ബുക്ക് ഞാൻ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ MBAക്ക് അഡ്മിഷൻ എഴുതി, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം ക്വാളിഫൈ ചെയ്തു രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ എനിക്ക് അന്നൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, വേണമെന്ന് വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പണി നടക്കും. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെന്നില്ല. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട്, നല്ലത് തന്നെ. പക്ഷെ അതുകൊണ്ടൊന്നും ആവത്തില്ല. അതാ ആ ഒരു ഡിസയർ ഉണ്ടല്ലോ ആ ഉള്ളിൽ, എനിക്കിത് വേണം എന്നുള്ളൊരു ഡിസയർ. ആ ഡിസയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്കില്ലും ഉണ്ടാക്കിയെടുക്കാം. സ്കില്ലിൻ്റെ ഒക്കെ ഒരു ഗുണം അതാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു സ്കില്ലിനെ കണ്ടെത്താം. അതിൽ റെഗുലർ പ്രാക്ടീസ് വിത്ത് സപ്പോർട്ട് ഓഫ് എ മെൻറ്റർ, ഒരു റെഗുലർ പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അന്ന് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് BBC-യുടെ ന്യൂസുകൾ കേൾക്കുമായിരുന്നു. അങ്ങനെ പ്രൊനൗൺസിയേഷനെ കുറിച്ച് എനിക്ക് കുറച്ച് ധാരണയുണ്ടായി. അങ്ങനെയാണ് ഞാനത് ഡെവലപ്പ് ചെയ്തെടുത്തത്. പിന്നീട് ഇപ്പം ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പോയി കോൺഫറൻസുകൾ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം അന്ന് അച്ഛനത് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് സാധിക്കാൻ പറ്റിയത്. ഇപ്പോൾ അതുപോലെ ആംവേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒത്തിരി മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്രോഡ്സ് സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴും അതുപോലൊരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പ്യുവർ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടൊരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നല്ലതിനും ചീത്തയും തിരിച്ചറിയാനായിട്ട് സാധാരണ ആൾക്കാർക്ക് പ്രയാസമാകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ ഞാൻ ഇപ്പം അത്തരത്തിലുള്ള സ്കാമുകൾ കൊണ്ടുവരുന്ന കമ്പനികളെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല, ആൾക്കാരെയും കുറ്റപ്പെടുത്തിയേ പറ്റൂ. കാരണം ഫാസ്റ്റ് മണി നെവർ ലാസ്റ്റ് എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. നിങ്ങളുടെ മുമ്പിൽ അതിവേഗതയിൽ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എന്ത് സാധനം വന്നാലും അത് നിലനിൽക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ 2 പേരെ ചേർത്താൽ മതി, പിന്നീട് പൈസ വന്നുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ചില ആൾക്കാർ നിങ്ങളും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ 10,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി 1% റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും, നിങ്ങളൊന്നും ചെയ്യണ്ട, 2 പേരെ ചേർത്താൽ മതി എന്ന് പറയും. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് റിസർവ് ബാങ്കിനോട് പറ, കാരണം അവർ പൈസ നിങ്ങൾക്ക് തരും. കാരണം ഇയർലി 36% കിട്ടുക എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിൽ നിങ്ങൾക്ക് പൈസ തരുമല്ലോ. കോമൺ സെൻസ് വളരെ അൺകോമൺ ആണെന്ന് പറയുന്നതുകൊണ്ടായിരിക്കാം ആൾക്കാർ പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ എന്താ പറയുക അട്രാക്റ്റഡ് ആയി പോകുന്നു. അവർക്കറിയാം ഇത് തട്ടിപ്പായിരിക്കുമെന്ന്, എന്നിട്ട് തട്ടിപ്പാണെന്ന് അറിയുന്ന സമയത്ത് അവർ തിരിയുന്നു. ഇതാണിപ്പോൾ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് മോഡലിന് വളരെയധികം പ്രസക്തിയുള്ളൊരു കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ 98-ലൊക്കെ നമ്മളൊക്കെ ഡയറക്റ്റ് സെല്ലിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റി സീക്കേഴ്സ് എന്ന് മാർക്കറ്റിലുണ്ട്. ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. പണ്ട് ഇതുപോലെ നിങ്ങൾ ഒരു ചാനൽ നടത്തുന്നു, സ്വന്തമായിട്ട് ചാനൽ നടത്തുന്നു, അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല ആർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലവിലുള്ള ഓപ്പർച്യൂണിറ്റികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാവുന്ന തരത്തിലായിരിക്കണം ഡയറക്റ്റ് സെല്ലിംഗ് മോഡൽ വരുന്നത്. അവിടെ കുറച്ച് കമ്പനികൾ ഒത്തിരി അഴിച്ചു പണിയാനുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കമ്പനികളുടെ പഴയ അപ്രോച്ച് കൊണ്ട് ഇനി അവർക്കൊരു വലിയൊരു ഹെഡ് വേ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോഴും മിക്ക കമ്പനികളും പണ്ട് 20 വർഷം മുമ്പ് നടത്തിയിരുന്ന നല്ല കമ്പനികളെ കുറിച്ച് ഞാൻ പറയുന്നത്, അവർ അതേ സ്ട്രാറ്റജികളിലാണ് ഇപ്പോഴും പലരും ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഡിജിറ്റൽ ഏജിലാണ്. ഇപ്പം നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ 20 വർഷം മുമ്പ് ആ ഒരു ക്വാളിറ്റിയുള്ള മറ്റൊരു പ്രോഡക്റ്റ് ഞാൻ മാർക്കറ്റിൽ കണ്ടിരുന്നില്ലെങ്കിൽ ഇന്നത്തരത്തിലുള്ള ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നൊരു പ്രൊപ്പോസിഷൻ കമ്പനികൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ആൾക്കാരും കൺസ്യൂമർ ഷുഡ് ബി അവെയർ എന്ന് പറയുന്ന പോലെ ആൾക്കാരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ദർ ഇസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. ഇനി ബിസിനസ് പോയിന്റ് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ വി റൂട്ട്സ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ ഓൺലൈനിലൂടെയും
അതേപോലെ ക്ലിനിക്സിലൂടെയും B2B ഒക്കെയാണ് നമ്മളുടെ പ്രോഡക്ട്സ് മൂവ് ചെയ്യുന്നത്. വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതൊരു ചില ആൾക്കാർക്ക് പറയുമ്പോൾ ഇഷ്ടമായെന്ന് വരില്ല, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഓൺലൈൻ സെയിൽസിൽ കൂടെ ഒക്കെ ഇന്ന് ഒരു കമ്പനി ഗ്രോ ചെയ്യിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. കാരണം നിങ്ങളുടെ മേജർ ചങ്ക് ഓഫ് ദ മണി ഗോസ് ടു മെറ്റ. ഈ സ്റ്റാർട്ടപ്പുകളെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? തുടങ്ങും, ഇവർ പ്രോഡക്റ്റ് ഉണ്ടാക്കും, ഇവർ മെറ്റയിലാണല്ലോ, മെറ്റ വഴിയാണല്ലോ ആഡ് ചെയ്യുന്ന കൂടുതലും, മെറ്റ ഗൂഗിൾ. ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടോ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്, ഇപ്പോൾ സ്ഥിരം കേൾക്കുന്ന റൊവാസ്. ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1:1 റൊവാസിലെത്താൻ തന്നെ സമയമെടുക്കും. എന്ന് വെച്ചാൽ ഞാൻ 1000 രൂപ മെറ്റയിൽ സ്പെൻഡ് ചെയ്താൽ 1000 രൂപ എനിക്ക് കിട്ടാൻ അത് ഭീകര ലോസാണ്. കാരണം പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് വേറെ, പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വേറെ, എംപ്ലോയീസിന് സാലറി വേറെ, എല്ലാം വേറെ വിഷയമാണ്. ഏകദേശം ഒരു 1:3 റൊവാസ് എത്താൻ തന്നെ ഒരു വർഷം എടുക്കും. 1:3 റൊവാസിൽ പോലും നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ ആവാൻ പറ്റില്ല. ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കണമെങ്കിൽ മിനിമം ഒരു 1:5 റൊവാസ് എങ്കിലും ഓടണം. 1:5 റൊവാസിലൊക്കെ ചെയ്യുന്ന ആരുണ്ടെന്ന് എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ. സോ ദാറ്റ്സ് എ ഫാക്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വരുന്ന ആൾക്കാർ ഇന്ന് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കും, അവർക്ക് ലോയൽറ്റി ഒന്നുമില്ല. പക്ഷെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മോഡലിനാണെന്നുണ്ടെങ്കിൽ ഈ പൈസ എങ്ങോട്ടാണ് പോകുന്നത്? മെറ്റയ്ക്കല്ല പോകുന്നത്, ജനങ്ങൾക്കാണ് പോകുന്നത്. ഇത്രയും ആൾക്കാരുടെ ലൈഫിലാണ് മാറ്റം ഉണ്ടാകുന്നത്. ഒന്ന്. രണ്ട്, ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കിയാലും ഈ ആൾക്കാർ ലോയലായിരിക്കും. അവർക്ക് ഒരു വരുമാനം കിട്ടുന്നതുകൊണ്ട് അവർ നമ്മുടെ പ്രോഡക്റ്റ് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും ഈ ബിസിനസ് മോഡൽ ശരിയായ രീതിയിൽ മാർക്കറ്റിനെയും കൂടെ മനസ്സിലാക്കി, ഇന്നത്തെ ഡിജിറ്റൽ ഏജിൻ്റെ ഇന്നത്തെ ജനറേഷൻ്റെ നീഡുകളെ മനസ്സിലാക്കി ഒരു കമ്പനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ അതിന് വലിയൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ ഏജ് ആണല്ലോ. അപ്പോൾ ഡിജിറ്റലി ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ, നമുക്ക് ഇപ്പോൾ ഉള്ള പല സ്കാംസിലും വരുന്നത് ഇത്ര രൂപ കൊടുത്ത് നിങ്ങൾ ചേരുന്നു, താഴെ നിങ്ങൾ 2 പേര് ഇത്ര രൂപയ്ക്ക് ചേരുന്നു. അവർക്ക് സർവീസസാണ് കിട്ടുന്നത്. മറ്റ് ആംവേ പോലുള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്ത പ്രൊഡക്ട്സ്, ആ പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അതും ഒരു ഭീകര കൺസെപ്റ്റായിരുന്നു. കാരണം നിങ്ങൾ ചിലവാക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്, ആ പ്രോഡക്ട്സ് നിങ്ങളുടെ ഡെയിലി ലൈഫ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതുപോലെ നമുക്കൊരു യൂസ്ഫുൾ പ്രോഡക്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു അഷ്യൂറൻസ്, ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയുക, ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ആ സർട്ടിഫിക്കറ്റഡ് ഒരു ബിസിനസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോഡക്ട്സോ സർവീസസോ വേണമെങ്കിൽ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് ഒരു ഡിജിറ്റലി ഉള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ഇല്ലേ സാർ? അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഇഷ്യൂ അതല്ല, ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ചെയ്യാവുന്നൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി, അവരിപ്പോൾ എന്തോ കേരളത്തിലാണെങ്കിൽ അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ട്, ഒക്കെ അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ടാക്കി. പണ്ട് ഉണ്ടായിരുന്ന സ്ട്രഗിളൊക്കെ പോയി. പക്ഷേ ഇഷ്യൂ ഇന്നും പല കമ്പനികൾക്കും തിരിച്ചറിയാൻ പറ്റാത്തത് മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് ഇന്നും പല കമ്പനികൾ ഇപ്പോഴും പലരുടെയും സ്ട്രാറ്റജികൾ കിടക്കുന്ന 20 വർഷം മുമ്പത്തെ സ്ട്രാറ്റജിയാണ്. ഡിജിറ്റൈസ് ചെയ്ത കാര്യം അവർ നോക്കുന്നില്ല. ആൾക്കാരുടെ നീഡുകൾ മാറി. ഇന്ന് ഒരു നമ്മളുടെ ഇവിടുത്തെ ലുലു മോളിലോ ഫോറം മോളിലോ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഒരു ഷാമ്പൂവിന് തന്നെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കമ്പനിയുടെ ഭാഗത്തുനിന്നും ആൾക്കാരുടെ ഭാഗത്തുനിന്നും മാറ്റങ്ങൾ വരണം. പോസിബിലിറ്റി ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ചും ഈ AI ഒക്കെ യുഗത്തിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ വരുന്നൊരു 3-4 വർഷം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള മേഖലകൾ എന്ന് പറയുന്നത് എല്ലാം ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്റ്റ് ഉള്ള ബിസിനസ്സുകളാണ്. കാരണം ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്റ്റ് ആവശ്യമില്ലാത്ത ബിസിനസ്സുകളിൽ സർവൈവ് ചെയ്യാൻ ഇനി പ്രയാസമായിരിക്കും. മനുഷ്യൻ്റെ കയ്യിൽ ഇനി ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. AI പല ജോലികളും ചെയ്തു തുടങ്ങിയല്ലോ. അപ്പോൾ അതോടുകൂടി മനുഷ്യൻ്റെ കയ്യിൽ സമയം ഉണ്ടാവും. 8 മണിക്കൂറിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇനിയിപ്പം 8 മിനിറ്റിലോ അല്ലെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂറിലോ ഒക്കെ ഫിനിഷ് ചെയ്യും. ബാക്കി 6 മണിക്കൂർ ആൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് സോഷ്യലൈസേഷനും കമ്മ്യൂണിറ്റി കണക്ടിവിറ്റിയും ഒക്കെ ആയിരിക്കും ഇനിയുള്ള ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അവിടെ ശരിക്കും ഈ ബിസിനസ് മോഡലിന് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു റോൾ ഉണ്ട്. അത് മനസ്സിലാക്കി ചെയ്യുന്ന കമ്പനികൾക്ക് ഫ്യൂച്ചർ ഉണ്ടാവും.